അപ്പം ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു വാലിഡേറ്റിംഗ് ഐഡിയ ആണ്. ഇവിടെയാണ് മെയിൻലി ആൾക്കാർ മണ്ടത്തരം കാണിക്കുന്നത്. ബിക്കോസ് എത്ര അറിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരിൽ ഈ ഒരു പ്രോബ്ലം കാണുന്നുണ്ടോ, ഈ ഒരു പ്രോബ്ലം ഭയങ്കര പ്രൊമിനൻ്റ് ആണ്, ഇതിന് ആൾക്കാർക്ക് സൊല്യൂഷൻ വേണം, നമ്മളിതുണ്ടാക്കി ആൾക്കാർ പേ ചെയ്യുമെന്ന് വിചാരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഐഡിയ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയതുകൊണ്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. കാരണം ആൾക്കാർക്കൊരു ഹാബിറ്റ് ഉണ്ട്. ആ ഒരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്ത് വേറൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻറ്റ് ഒരു വാല്യൂ അവിടെ ആഡാവണം. ഫോർ എക്സാമ്പിൾ ഒരു ടൂത്ത് ബ്രഷ് നിങ്ങൾ എന്തെങ്കിലും കളർ മാറ്റിയോ അല്ലെങ്കിൽ സ്മെല്ല് മാറ്റിയോ നിങ്ങൾ ഉണ്ടാക്കി ആ ഒരു സെയിം പ്രൈസിന് തന്നെ കൊടുത്താൽ പോലും ആൾക്കാർ ചിലപ്പം ആ ഒരു പുതിയ പ്രൊഡക്റ്റിലേക്ക് മാറണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വലിയ സംഭവമായിട്ട് തോന്നണമെന്നില്ല. കാരണം അവർ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് അവരെന്തെങ്കിലും ബ്രഷ് വാങ്ങിക്കുമായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു എഡ്ജ് കൊണ്ടുവന്ന് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളവിടെ ഒരു ട്വീക്ക് നടത്തി നിങ്ങൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി മൂവ്മെൻറ്റ് വേണ്ട ഇലക്ട്രിക് ബ്രഷ് വല്ലതും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്കറ്റ് വേണം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എഫോർട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാലിഡേഷൻ്റെ കാര്യം ഇത്ര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തു, അവിടെ ഒരു സ്പേസ് കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന് ആവശ്യമുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ പ്രൊഡക്റ്റ് ആൾക്കാർ യൂസ് ചെയ്യുമോ, ആൾക്കാർ പൈസ കൊടുക്കുമോ. മാർക്കറ്റിൽ ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്താലും മാർക്കറ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റ് ആയാലും ആൾക്കാരത് വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ളത് വേറൊരു സെപ്പറേറ്റ് വാലിഡേഷൻ തന്നെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഈവൻ വലിയ കമ്പനീസ് പോലും അവരൊരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് അവരുടെ കസ്റ്റമേഴ്സിനെ വെച്ചോ അല്ലെങ്കിൽ അവർ ലാൻഡിങ് പേജ് ഉണ്ടാക്കിയോ ഈ ഒരു പ്രൊഡക്റ്റിനെ, പുതിയ പ്രൊഡക്റ്റിനെ ശരിക്കും മാർക്കറ്റിൽ ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അവർ മാനുഫാക്ചറിങ് പോലും തുടങ്ങത്തും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റോ ഒന്നുമില്ലാത്ത നമ്മളപ്പോൾ എന്തേലും വാലിഡേഷന് വേണ്ടി സമയം കളയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആർക്ക് യൂസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും. ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം ഇനീഷ്യലി നമ്മൾ വാലിഡേഷന് വേണ്ടി പല സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ലൈക്ക് വാലിഡേഷൻ ചെയ്യാൻ വേണ്ടി തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്തോ അങ്ങനത്തെ രീതിക്ക് ഒരു വെയിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് മെയിൽ അയക്കാം, ഓരോരുത്തർക്കും അയച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കത് ആവശ്യമുണ്ടോ, വിൽ യു പേ ഫോർ ഇറ്റ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു B2B SaaS ആണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പോയി ചോദിക്കാം. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് അടുത്ത മാസത്തേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും, ഇതിനൊരു ഇനീഷ്യൽ വേർഷൻ ഡെലിവർ ചെയ്യാം, ഇപ്പോൾ അപ്ഫ്രണ്ട് പേ ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അവർ ഓൾറെഡി പേ ചെയ്യാൻ തയ്യാറാവും. പേ ചെയ്തില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ചോദിച്ച് ഒരു വാലിഡേഷൻ അല്ല, സ്കിൻ ഇൻ ദ ഗെയിം ഇല്ലാത്ത വാലിഡേഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ജസ്റ്റ് ഇത് കൊള്ളാം ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പറയുന്ന വാലിഡേഷൻ യൂസ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടൊക്കെ ചെയ്തേക്കാമെന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ കാണും. പക്ഷേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനും പൈസ ഉണ്ടാക്കാനും പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് അതിനകത്ത് പല റീസൺസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾ സോൾവ് ചെയ്യുന്ന ആ ഒരു പെയിൻ പോയിൻറ്റിനെ വേറെ ഏതെങ്കിലും രീതിക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാർ മാറത്തില്ല. ആ ഒരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ അതൊരു വലിയ ഷിഫ്റ്റ് ഉണ്ട്. ആ ഒരു എഫേർട്ട് ഇടാൻ മാത്രം അഡ്വാൻറ്റേജ് നിങ്ങളുടെ പ്രൊഡക്റ്റിനില്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴത്തേനേക്കാളും ചെറിയ ബെറ്റർ ആണെങ്കിൽ പോലും അത് വർക്ക് ആവത്തില്ല. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ബെറ്റർ ആവണം എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷനേക്കാളും നിങ്ങളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടെക്നീക്സ് ഉപയോഗിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്തു. ആൾക്കാർ കുറച്ച് പേര് പേ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത കുറേ പേര് ഈ ഒരു പ്രൊഡക്റ്റോട് ഇൻട്രസ്റ്റ് കാണിച്ചു. ഇതിന് ആക്ച്വലി പേ ചെയ്ത് സോൾവ് ചെയ്യാൻ മാത്രം ഉള്ള പ്രോബ്ലമാണ്. നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഉള്ള ആൾക്കാർ പൈസ തരാൻ മാത്രം ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് പേ ചെയ്യാൻ പൈസ ഇല്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയാൽ അവരെല്ലാം ഭയങ്കര സൂപ്പറാണ്, എല്ലാവരും ഉപയോഗിക്കും, അത് ഇഷ്ടമുള്ള കുറേ പേര് കാണും. പക്ഷേ അത് പേ ചെയ്ത് യൂസ് ചെയ്യാൻ ഉള്ള ആൾക്കാരോട് കാണത്തില്ല. അപ്പം അങ്ങനെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു മിനി MVP ഉണ്ടാക്കുക. MVP എന്ന് പറഞ്ഞാൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ്. MVP നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല ടൈപ്പ് ഡെഫിനേഷൻസ് കിട്ടും. പക്ഷേ MVP കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ്റെ ഒരു ഗ്ലിംസ് അത് യൂസ് ചെയ്യുന്ന ആൾക്ക് എത്ര അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുമോ അതാണ് ഒരു മിനിമൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്.
കാരണം നിങ്ങൾ എത്ര വൃത്തിയായിട്ട് ഒരു പ്രൊഡക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാലും അതെങ്ങനെയാണ് ആൾക്കാർക്ക് ഡെലിവറി ചെയ്യുമ്പം കിട്ടുന്നതെന്നുള്ളത് ഒരു ചെറിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവരെ കാണിച്ചാലേ മനസ്സിലാത്തും. അപ്പം ഇനീഷ്യലി നിങ്ങൾ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ പ്രോബ്ലം വാലിഡേറ്റ് ചെയ്തായിരിക്കും, കുറേ പേരോട് സംസാരിച്ചായിരിക്കും, കുറേ പേരെ കോൺടാക്ട് ചെയ്തായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ഓരോ പെയിൻ പോയിൻ്റ് പറഞ്ഞായിരിക്കും. അപ്പോൾ ഇവരുടെ പെയിൻ പോയിൻറ്റിൽ സോൾവ് ചെയ്യുന്ന രീതിക്ക് ഒരു ഇനീഷ്യൽ വെർഷൻ ഉണ്ടാക്കുക. അതിപ്പോൾ സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ആണ് ഹാർഡ്വെയർ, അല്ലെങ്കിൽ ഫുഡ് ആണെങ്കിൽ ഫുഡ്, ഒരു ഇനീഷ്യൽ വെർഷൻ ഉണ്ടാക്കുക. ആ ഒരു വെർഷൻ കൊണ്ടുപോയി ആദ്യം പറഞ്ഞ ആൾക്കാരെ കാണിക്കുക. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക്സ് എടുക്കുക. ഇപ്പം അവരുദ്ദേശിച്ച പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇതാണോ അവർ ആക്ച്വലി ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേളിൽ നിങ്ങൾ ഫുള്ളാക്കി കൊണ്ടുവന്നാൽ അവർ മേടിക്കുമോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ഫീഡ്ബാക്ക്സ് കിട്ടാനും കുറച്ചുകൂടെ നിങ്ങൾ ഇനീഷ്യലി കോൺടാക്റ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നും കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് അവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 3 മാസത്തേക്ക് ഫ്രീ തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ തരാം. അങ്ങനെ മാക്സിമം ഈ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് ആൻഡ് വാലിഡേഷൻ നോക്കുക. ആക്ച്വൽ പ്രൊഡക്റ്റ് വെച്ചുള്ള റിയൽ വാലിഡേഷൻ കിട്ടും ഇപ്പോൾ ആളുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കണം, ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റിന് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് സ്കോപ്പില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ വെച്ച് നിർത്തണം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ അല്ല പോകേണ്ടത് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ ഓവറായിട്ട് ഒബ്സസ്ഡ് ആവാതിരിക്കണം. മീൻസ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിനല്ല സ്നേഹിക്കേണ്ടത്, നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ നിങ്ങൾക്ക് എത്ര അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ശരിക്കും മാറ്റേഴ്സ്. അപ്പോൾ നോട്ട് ദ പ്രൊഡക്റ്റ്, ഓൾവേസ് ദ പ്രോബ്ലം. പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സൊല്യൂഷൻ. അങ്ങനെ അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ മാറ്റിയിട്ട് ആ ഒരു റിയൽ നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുക. അപ്പം ഒരു സ്റ്റാർട്ടപ്പിൽ എപ്പോഴും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല വർക്കാവുന്നെങ്കിൽ അതിനെ പിവറ്റ് ചെയ്യണം. പിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ നിന്ന് മാറി നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലത്തിലേക്ക് തിരിയണം. അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തത് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എടുത്ത് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ സൊല്യൂഷൻ അല്ല ബിൽഡ് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലത്തിന് ആണ് സൊല്യൂഷൻസ് പല രീതിയിൽ കൊണ്ടുപോയി വെക്കാം. അതെപ്പോഴും മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയാണ് ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഐഡിയ വാലിഡേറ്റ് ചെയ്യാം. ഇപ്പോൾ MVP ആണ് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. MVP ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തത്. ഈ MVP ഉണ്ടാക്കിയ ഫീഡ്ബാക്ക്സ് ആൻഡ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ നിന്ന് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പ്രോബബ്ലി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ലൈക്ക് MVP എന്ന് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എങ്ങനെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, എങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിലേക്ക് എത്തണം, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മല്ലിഫൈഡ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്കഷൻസും എന്തെങ്കിലും ഗൂഗിൾ മീറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനത്തെ ഡിസ്കഷൻസിനൊക്കെ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഇഫ് യു ഗൈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബിൽഡിംഗ് സ്റ്റാർട്ടപ്സ് ഓർ ബിൽഡിംഗ് സം ബിസിനസ്സസ്, ഡു ജോയിൻ ദാറ്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു, ബൈ.